ഹായ്, ഇന്നിതാ ഓടമുള വെച്ചിട്ട് നമ്മളൊരു കിടിലൻ ഐറ്റം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ എന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. ഒരു മീറ്റർ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു ഓടമുളയുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചീന്തിയെടുക്കണം. അപ്പോൾ 4 പീസായിട്ട് നമ്മളിത് ചീന്തിയെടുക്കുന്നുണ്ട്. ഈ ഓടമുള നല്ല മൂപ്പുള്ളതും അതേപോലെ തന്നെ നല്ല വണ്ണുള്ളതുമായ ഓടമുളയാണ്. അതായത് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വണ്ണുള്ള ഓടമുളയാണ്. അതുകൊണ്ടാണ് നമ്മൾ 4 പീസായിട്ട് ചീന്തിയെടുക്കുന്നത്. വണ്ണം കുറഞ്ഞ ഓടമുളയാണെങ്കിൽ നമുക്ക് 2 പീസായിട്ട് ചീന്തിയെടുത്താൽ മതി. ചീന്തിയെടുത്ത ശേഷം ഉൾഭാഗത്തെ ഈ മുട്ടുകളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് 60 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ 4 പീസായിട്ട് നമ്മൾ ചീന്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഓട പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് ചീന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കൂടുതൽ പീസുകൾ നമുക്ക് വേണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ബാക്കി നമുക്ക് വഴിയെ നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ എടുക്കുന്നത് 1.15 നമ്മൾ കട്ട് ചെയ്തെടുത്ത വലിയ പീസാണ്. ആ വലിയ പീസിൻ്റെ ഒരു ഭാഗത്ത് നിന്നും 40 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ 40 സെൻറ്റിമീറ്റർ ഉൾഭാഗത്തേക്ക് നമുക്കൊരു നടുഭാഗത്തായിട്ട് നമുക്കൊരു ഹോള് വെക്കണം. അപ്പോൾ ഈ എല്ലാ പീസിലും 4 പീസിലും നമുക്ക് ഹോള് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോള് തയ്യാറാക്കണം. അപ്പോൾ 4 പീസിനും നമ്മൾ 40 സെൻറ്റിമീറ്റർ ഉള്ളോട്ടായിട്ട് ഹോളുകൾ തയ്യാറാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നും 5 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് മാറി നമുക്ക് അതായത് ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ എല്ലാ പീസിനും ഇതേപോലെ ഹോള് തയ്യാറാക്കണം. അത് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഹോളാണ് നമുക്കിവിടെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഹോളാണ് നമുക്കിവിടെ തയ്യാറാക്കേണ്ടത്. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 2 സൈഡ് ഭാഗത്ത് ഹോൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ 2 ഭാഗത്തും നമ്മൾ ഹോള് തയ്യാറാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഇതേപോലെ കത്തി ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മുടെ ഹോള് തയ്യാറായി. ഇനി നമുക്ക് ഇത് എല്ലാ പീസിനും നമുക്ക് 4 പീസിനും നമുക്ക് ഇതേപോലെ ഹോള് തയ്യാറാക്കണം. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഹോള് തയ്യാറാക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഹോള് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിൻ്റെ മറ്റേ ഭാഗത്തും നമുക്ക് ഹോളുകൾ ഇതേപോലെ തയ്യാറാക്കാം. അപ്പോൾ അതാ ഒരു ഭാഗത്ത് നിന്ന് 40 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് നമ്മൾ ഹോള് തയ്യാറാക്കി. പിന്നീട് 2 ഭാഗത്തും നമ്മൾ ഇതേപോലെയുള്ള ഹോളുകൾ തയ്യാറാക്കി. ഇനി നമുക്ക് 60 സെൻറ്റിമീറ്ററിൽ നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് നമുക്കൊന്ന് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് 45 സെൻറ്റിമീറ്റർ ഇതിൻ്റെ നടുഭാഗം കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ 60 സെൻറ്റിമീറ്ററുള്ള പീസിൻ്റെ നടുഭാഗത്തായിട്ട് 45 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഈ ഹോളിന് കറക്റ്റായിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഹോളിന് കറക്റ്റായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇത് ഇതേപോലെ നമ്മളിത് ഹോളിലൂടെ കടത്തിയതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ പീസിനും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫ്രെയിം ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ 2 വലിയ പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ ഒരു പീസ് നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ ഹോളിന് കറക്റ്റ് വരുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഹോളുള്ള ഭാഗം നമ്മൾ മുകളിലോട്ടും മറ്റേ ഭാഗം താഴോട്ടും ആയതിനു ശേഷം ഇതേപോലെ വെച്ചിട്ട്, അതായത് ക്രോസ് കൊള്ള വെച്ചതിന് ശേഷം നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് നീളത്തിലുള്ള നെട്ടും ബോൾട്ടാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഷർ കൂടി ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് 2 വാഷർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലെ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ അതേപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ 2 പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി ഈ പീസിൻ്റെ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത പീസിൻ്റെ 2 ഭാഗത്തും വിലങ്ങനെയുള്ള പീസുകൾ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അത് ഹോളിലേക്ക് കടത്തിയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ വിലങ്ങനെ ഫിറ്റ് ചെയ്ത 4 പീസുകളും, അതായത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറംഭാഗത്ത് ഇതേപോലെ ഹോള് തയ്യാറാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ഈ മുള കൊണ്ട് തന്നെ തയ്യാറാക്കിയ പീസിൽ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നമ്മളത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് ഈ പീസ് അഴിഞ്ഞു പോരില്ല. അപ്പോൾ അത് 2 ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഈ ആണികൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 60 സെൻറ്റിമീറ്റർ നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് ഈ പിറകു ഭാഗത്ത് ഫ്രെയിമിൽ വെച്ച ശേഷം ഫ്രെയിമിൻ്റെ ഉൾഭാഗം നമ്മൾ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടയാളപ്പെടുത്തിയ ശേഷം അതിൻ്റെ 2 ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 50 സെൻറ്റിമീറ്ററിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഹോൾ തയ്യാറാക്കണം. നമ്മുടെ ഈ ആദ്യം നമ്മൾ എടുത്ത പീസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഈ പീസിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ 2 പീസിൽ നമ്മൾ ഹോള് ഇതേപോലെ സൈഡ് ഭാഗത്ത് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ 2 പീസിൽ നമ്മൾ ഹോള് തയ്യാറാക്കി. ഇനി നമുക്കിത് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫിറ്റ് ചെയ്തെടുത്ത പീസ് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ പിറകു ഭാഗത്ത് ഫിറ്റ് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് അടിഭാഗത്ത് നിന്നും 20 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് 2 ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കൊത്തിയെടുക്കണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് താഴോട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഭാഗത്ത് നമ്മൾ കൊത്തിയെടുത്തു. ഇനി നമുക്കിത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് 30 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് മാറിയിട്ടാണ് നമ്മളത് ഹോള് വെച്ചിട്ട് നമ്മളത് നെട്ടും ബോൾട്ടും ഇട്ട് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉൾഭാഗത്ത് നിന്ന് പുറം ഭാഗത്തേക്കാണ് നമ്മൾ എല്ലാ നെട്ടും ബോൾട്ടും നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡിയായി. ഇനി ഈ മുളയുടെ പീസിൻ്റെ ഭാഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം പിന്നെ അതായത് നമ്മുടെ മുളയുടെ ആണി കൊടുത്തല്ലോ, മുളയാണി കൊടുത്തതിൻ്റെ കൂടുതൽ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതേപോലെ തന്നെ നമ്മുടെ നെട്ടും ബോൾട്ടും കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ 43 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ 3 പീസ് മുള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 43 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളളവ് വരുന്ന അളവാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ 8 ചീന്തി എടുക്കുന്നുണ്ട്. ഓരോ പീസും 8 പീസായിട്ട് ചീന്തി എടുത്ത് അതിൻ്റെ ഉൾഭാഗത്തെ മൊട്ടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് കയർ നമ്മളിതാ 4 ഇരട്ടി വീതം 2 കയറുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയെടുത്തതാണ്. അത് 2ആയി മടക്കിയെടുത്ത ശേഷം ഇതേപോലെ ഒരു ഭാഗത്ത് ഇതേപോലെ കെട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ പീസിൻ്റെ നമ്മുടെ ചീന്തിയെടുത്ത മുളപ്പീസിൻ്റെ ഒരു സൈഡിലൂടെ നമ്മളിത് മെടഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ഒരു കയറ് മുകളിൽ ഒരു കയറ് താഴെ എന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ മെടഞ്ഞെടുക്കുന്നു. ആദ്യം ഒരു ഭാഗത്തൂടെ മെടഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഭാഗവും ഇതേപോലെ മെടഞ്ഞെടുക്കും. മെടഞ്ഞതിൻ്റെ അവസാന ഭാഗം താൽക്കാലികമായി കെട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ മെടഞ്ഞെടുത്തു. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഭാഗവും അതേപോലെ കയറുകൊണ്ട് മെടഞ്ഞെടുക്കാം. ഇനി നമ്മുടെ ചാരുകസേരയുടെ ഫ്രെയിമിലേക്ക് നമുക്കിത് കെട്ടാം. അപ്പോൾ മുകൾ ഭാഗത്തും തായ് ഭാഗത്തുമായിട്ട് നമുക്കിത് കെട്ടാം. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് കെട്ടി നിർത്തിയ കെട്ട് അയച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇത് എല്ലാ ഭാഗവും 4 ഭാഗവും നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തായ് ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ചെയറിൻ്റെ ഉൾഭാഗത്തേക്ക് കെട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് കെട്ടുന്നത്.
അപ്പോൾ 4 ഭാഗവും നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കെട്ടിയ ഭാഗം നമ്മൾ കെട്ടിൽ നമ്മൾ ഇതേപോലെ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് ആ കെട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട് നന്നായിട്ട്. അതായത് നമ്മുടെ കെട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിക്കുന്നത്. അതിനുശേഷം കൂടുതലുള്ള കയറ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ കയറിൻ്റെ സൈഡ് ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് ഉരുക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെയറൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ മുളയുടെ പീസുകളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഫംഗസൊക്കെ കാണും, ഒരു വൈറ്റ് കളർ ഫംഗസൊക്കെ കാണാം. ആ ഫംഗസൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലീനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് പൊടി കലക്കിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ അതായത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ ഉരസി ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ വേണമെങ്കിൽ മാത്രം നമ്മുടെ ഫെവിക്വിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ മെടഞ്ഞെടുത്ത കയർ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ടച്ച് വുഡാണ്, ഏഷ്യൻ പെയിൻറ്റിൻ്റെ ടച്ച് വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സ്ലീക്കോ വാർണിഷോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെയർ അതായത് ചാരു കസേര നമ്മൾ പോളിഷ് ചെയ്തെടുത്തു. ഇനി ഈ പോളിഷ് ഉണങ്ങിയാൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മുടെ ബാംബു ചെയർ അതായത് നമ്മുടെ ചാരു കസേര അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചാരി കിടക്കാം. പിന്നെ നമ്മൾ ഇതിനുമായിട്ട് ഉപയോഗിച്ചത് 1 മീറ്റർ 15 സെൻറ്റിമീറ്ററിൽ വരുന്ന 4 പീസാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ സൈഡ് പീസുകൾ വലിയ പീസ് 4 പീസാണ് നമ്മൾ ഉപയോഗിച്ചത്. 1 മീറ്റർ 15 സെൻറ്റിമീറ്റർ. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് 60 സെൻറ്റിമീറ്ററുള്ള പീസുകളാണ്. ഇത് നമ്മൾ 1 2 3 4 5 പീസാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് 50 സെൻറ്റിമീറ്ററുള്ള 2 പീസ്, 2 സൈഡിലുള്ള 50 സെൻറ്റിമീറ്ററുള്ള പീസ്. പിന്നെ നമ്മളിതിൻ്റെ നമ്മുടെ സിറ്റിങ്ങിനുള്ള നമ്മുടെ ഈ പീസുകൾ അത്രയും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നെട്ട് ബോൾട്ട് 4 നെട്ടും ബോൾട്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. ബാക്കിയൊക്കെ നമ്മൾ ബാമ്പുവിൻ്റെ തന്നെ ആണികളാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്കിത് മടക്കി എടുക്കാനൊക്കെ സൗകര്യമാണ്, മടക്കി എടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇതേപോലെ പൊന്തിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ഉള്ള ആൾക്ക് വേണമെങ്കിലും ഇതിൽ കിടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എത്ര വെയിറ്റ് എത്ര തടി ഉണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല, ഉഷാറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെയറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. പെയിന്റ് അടിച്ചല്ല, പോളിഷ് ചെയ്ത്. പോളീസ് അല്ല, ഫോട്ടോസ് അല്ല, പോളിഷ് ചെയ്ത്.